ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ വരാൻ പോലെ. അപ്പം ഞാൻ ഓർത്തു കുറച്ച് സദ്യ റെസിപ്പീസ് കാണിക്കാമെന്ന്. ഓണത്തിനായാലും വിഷുവിനായാലും നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവുമല്ലോ. സാമ്പാർ, പച്ചടി, കൂട്ടുകറി, അവിയൽ, അങ്ങനെ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. വറുത്തരച്ച സാമ്പാർ കറി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് തുവരപ്പരിപ്പ് ഒരു 10 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഈ തുവരപ്പരിപ്പ് നമുക്ക് ആദ്യം കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കണം. പരിപ്പിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുവാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കാം. ഈ കുക്കർ 3 വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുക്കാം. സാമ്പാർ ഉണ്ടാക്കുന്നതിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനൊരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു 4 കോവയ്ക്ക, ഒരു ചെറിയ കഷ്ണം ചേന, ഒരു മുരിങ്ങക്കായ, പിന്നെ തക്കാളി, ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ അര കഷ്ണം സവാള, ഒരു വഴുതിനിങ്ങ, ഒരു 4 വെണ്ടക്ക. ഇത് പിന്നെ ഇടാനുള്ളതാണ്. ഇത് നമുക്ക് ആദ്യം ഇപ്പോൾ കുക്കർ പരിപ്പ് വെന്തിട്ടാകുമ്പം ഇത്രയും കഷ്ണങ്ങൾ അതിനകത്തോട്ട് ഇടണം. ഈ തക്കാളിയൊക്കെ പിന്നെ നമുക്ക് ഇടാനുള്ളതാണ്. കാരണം ഒരുമിച്ചിട്ട് വേവിച്ചാൽ തക്കാളിയൊക്കെ വെന്തടിഞ്ഞു പോകും, തക്കാളി വെണ്ടക്കയൊക്കെ. അപ്പം നമുക്ക് കുക്കറിലോട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് ഞാൻ എല്ലാ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ കഷ്ണങ്ങളും, തക്കാളി വെണ്ടക്കയല്ല, ബാക്കി എല്ലാ കഷ്ണങ്ങളും. പരിപ്പും കഷ്ണങ്ങളും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചാൽ ചിലപ്പം പരിപ്പ് വേവില്ല, തോരപ്പരിപ്പ് ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പരിപ്പ് ആദ്യം വേവിച്ചത്. ഇതിനകത്തോട്ടൊരു 3 പച്ചമുളക് കൂടെ ഇടുന്നുണ്ട്, പിന്നെ കോവയ്ക്ക, ഉരുളക്കിഴങ്ങ്, ഇത്രയും കഷ്ണങ്ങൾ ഞാൻ ഇട്ടു. ഈ എടുത്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ട് ഒഴിച്ചതിന് ശേഷം ഇടാം, അല്ലെങ്കിൽ ഇത് വെന്തിട്ട് അടിഞ്ഞു പോകും. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിനകത്തോട്ട് ഞാനൊരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിത് കുക്കറിൽ ഒരു വിസിലടുപ്പിക്കാം. ഒറ്റ വിസിലടുപ്പിക്കാൻ പാടുള്ളൂ. കൂടുതൽ വിസിലടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളും പരിപ്പും എല്ലാം കൂടെ ഒന്നും കൂടെ വെന്തടിഞ്ഞു പോകും. നമ്മൾ കഷ്ണങ്ങൾ ഒരുപാട് വെന്തടിയാൻ പാടില്ല. കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. ഞാൻ ആദ്യം തേങ്ങ വറുത്തെടുക്കുന്നതിന് മുമ്പ് കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. വളരെ കുറച്ച് ഉലുവ മതി, ഒരുപാട് ഉലുവ ഇട്ടാൽ കഴിക്കും. ഉലുവ ആയിട്ടാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 6 ചെറിയുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇതിനകത്തോട്ടൊരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വറുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്താൽ മതി, കൂടുതൽ എടുക്കണ്ട. ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടി. ഉലുവപ്പൊടിയുടെ ആവശ്യം വേണ്ട, ഉലുവ ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാം. പൊടികളെല്ലാം ആയിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം.
ഇവിടെ കുക്കറിൻ്റെ വിസിൽ ഞാൻ എടുത്തു. ഇവിടെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ വെന്തടിഞ്ഞിട്ടുമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം. വാളൻപുളി അത് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. പുളി കുറച്ച് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി, ഒരുപാട് പുളി ഒഴിച്ചാൽ ഭയങ്കര പുളിയായിട്ട് പോകും. ഇനി ഞാൻ നേരത്തെ ഇവിടെ മാറ്റി വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇതിനകത്തോട്ട് ഇടുകയാണ്. വഴുതിനിങ്ങ ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്, കാരണം വഴുതിനിങ്ങ കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ അടിഞ്ഞു പോകും. ഇനി ഇതൊന്ന് തിളക്കുന്ന സമയം കൊണ്ട് തേങ്ങ, നേരത്തെ വറുത്തെടുത്ത തേങ്ങ ഞാൻ അരച്ചെടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. തിളച്ച് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ, അത് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഇനി ജാറ് കഴുകിയ വെള്ളം കൂടെ, തേങ്ങ ഉണ്ടായിരുന്നു അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുവരെ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്, ഇപ്പം ഞാനൊരു ഹൈ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കണം. പക്ഷെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, കാരണം ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് തിളക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റും. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പ് കുറവാണ്, ഉപ്പും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ. നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് തിളപ്പിക്കാം. ഇതൊരു 10-15 മിനിറ്റോളം നന്നായിട്ട് തിളച്ചു മീഡിയം ഫ്ലെയിമിൽ. ഇപ്പം നന്നായിട്ട് നമ്മുടെ സാമ്പാർ എല്ലാം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കടുക് ചാലിച്ച് ഒഴിക്കുകയാണ്. ഞാൻ ഇതിനകത്തോട്ട് ചാലിക്കാൻ വേണ്ടിയിട്ട് കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയാണ് എടുത്തത്. അങ്ങനെ വറുത്തരച്ച സാമ്പാർ ഇവിടെ, സദ്യ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ചാലിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റും കൂടെ അത് അനക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു, മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചിട്ട് തണുക്കാൻ വേണ്ടി. ഇപ്പം നമ്മുടെ സാമ്പാർ ഈ കൺസിസ്റ്റൻസി നല്ല അടിപൊളി സാമ്പാറായിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ സദ്യക്കാണ് കണ്ണൂർ ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള സാമ്പാർ വെക്കുക. സോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.